നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട മുളക് ചമ്മന്തിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മുളക് ചമ്മന്തിക്ക് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഈ ഒരു ചമ്മന്തിക്ക് മെയിനായിട്ട് ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ചെറിയുള്ളി മാത്രം വെച്ച് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 15 ചെറിയുള്ളിയും ഒരു പകുതി സവാളയും എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ചട്നിക്ക് അത്യാവശ്യം നല്ലൊരു കളറും കിട്ടും. ഈ ഒരു അളവിന് വാളൻപുളിയും എടുക്കുക. പകുതി ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണം ചേർക്കാം. ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും ചേർത്തെടുക്കാം. സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടൊമാറ്റോയും. കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയും വാളൻപുളിയും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് നരച്ചെടുക്കണം. ഇതിലിപ്പോൾ വെള്ളം ചേർക്കാതെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ചട്നിക്ക് ഒത്തിരി വെള്ളം ഒഴിക്കില്ല, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ സ്പൂണ് കടുക്, വറ്റൽമുളക്, കരിവേപ്പില കുറച്ച് അധികം ചേർക്കണേ, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇവയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് ലൂസാവില്ല, കുറച്ച് കട്ടിയായിരിക്കും കേട്ടോ. അതായത് ഒരു സാമ്പാറിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ചട്നിക്ക് ആകേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് കായപ്പൊടി, അത് മസ്റ്റായിട്ട് ചേർക്കണേ. ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂണ് ശർക്കര പൊടിച്ചത്, ഒന്നുകിൽ ശർക്കര പൊടിച്ചത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കുക. അതിനുശേഷം 2 മുതൽ 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് ഇതിൽ ചേർത്ത് ചെറിയുള്ളിയുടെയും സവാളയുടെയും ടൊമാറ്റോയുടെയൊക്കെ പച്ച ചുവ മാറണം. എന്നാലും മാത്രമേ ഈ ഒരു ചട്നിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പച്ച ചുവ അതുപോലെ കുത്തലുണ്ടാവും. അതുകൊണ്ടാണ് 2 മുതൽ 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇത് തട്ടുകടയിൽ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ്. തേങ്ങാ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യുന്നതാണ് ഈ ഒരു മുളക് ചമ്മന്തി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നന്നായിട്ടും തിളച്ച് വരണം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും പുളിയൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. വാളൻപുളി ചേർക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഉള്ളി അരച്ചെടുക്കുമ്പോൾ കൂടെ തന്നെ വാളൻപുളി കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വാളൻപുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചട്നിയുടെ കൺസിസ്റ്റൻസി ഇതാണ്, ഒത്തിരി അങ്ങ് കട്ടിയാവില്ല. ഈ ഒരു പരുവത്തിനായിരിക്കണം ഉണ്ടാകേണ്ടത്. അങ്ങനെ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു ചട്നി ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇന്ന് ഞാൻ സെർവ് ചെയ്യുന്നത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന കണക്കുള്ള ഒരു തട്ട് ദോശയായിട്ട് തയ്യാറാക്കുന്നത്. അങ്ങനെ ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ദോശയുടെ മുകളിലോട്ട് ചട്നി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്. പിന്നെ കപ്പയുടെ കൂടെയും ഈ ഒരു ചട്നി ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുപോലത്തെ ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദോശയും ഇഡ്ഡലിയും കഴിച്ചെന്നേ അറിയില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ലൊരു ചട്നി കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയാണ്. രാവിലെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്